ലോകത്തെ യുദ്ധഭീതിയിലാക്കി ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നു. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് ഇറാൻ കനത്ത തിരിച്ചടി നൽകി. ടെൽ അവീവിലും ജെറുസലേമിലും സ്ഫോടനങ്ങൾ നടത്തിയെന്ന് റിപ്പോർട്ട്. ടെൽ അവീവിലേക്ക് 100ഓളം മിസൈലുകൾ വർഷിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ പ്രത്യാക്രമണം നടത്തിയത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിൽ. അതേസമയം യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന ഇറാനിയൻ റിപ്പോർട്ട് ഇസ്രയേൽ തള്ളി. വിവരങ്ങളുമായി അഗസ്റ്റ് സെബാസ്റ്റ്യനാണ് ചേരുന്നത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. സെബാസ്റ്റ്യൻ, എന്തായാലും കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നു എന്നുള്ളതാണ്. 100ഓളം മിസൈലുകൾ വർഷിച്ചു എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്? സ്വാതി, ഇന്നലെ രാത്രി തന്നെ ഇറാൻ 100ലധികം മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തിരുന്നു. ഈ മിസൈലുകൾ മിക്കതും അമേരിക്കൻ ഡിഫൻസ് സിസ്റ്റവും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനവും കൂടി ചേർന്ന് നിർവീര്യമാക്കുകയോ ആകാശത്ത് വെച്ച് തടയുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ടെൽ അവീവിൽ 7 മിസൈലുകൾ പതിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ഇന്നലെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ആദ്യം 5 പേർക്ക് പരിക്കേറ്റതായിരുന്നു റിപ്പോർട്ടുകൾ. പിന്നീട് അത് പരിക്കേറ്റവരുടെ എണ്ണം ഉയരുകയും അതിൽ 2 പേരുടെ നില ഗുരുതരമെന്ന റിപ്പോർട്ടുകളായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി ഇതിൽ ആക്രമിക്കപ്പെട്ട സ്ഥലത്ത് ഒരു ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീ മരിച്ചു എന്ന വാർത്ത ഇസ്രായേലി മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. നിരവധി ആളുകൾക്ക്, അതായത് 60-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായും ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇറാൻ ആവട്ടെ, ഇത് ഇന്നലെ പുലർച്ചെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടന്ന ഇസ്രായേലി ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന പ്രസ്താവന അത് പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിൽ, അതായത് ഒ അലി ഇബ്നു താലിബ് എന്ന് പറയുന്ന കോഡ് നെയിമിൽ ആരംഭിച്ചിട്ടുള്ള സൈനിക ദൗത്യം ഇസ്രായേലിനെതിരെ നടത്തുന്നതിന്റെ ഭാഗമായാണ് 100 മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ യുദ്ധകാര്യ മന്ത്രാലയത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ സമീപത്താണ് മിസൈലുകൾ പതിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ അവകാശപ്പെടുന്നത് അത് യുദ്ധകാര്യ മന്ത്രാലയത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെയാണ് വീണതെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതേസമയം ഇസ്രായേൽ അവരുടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായിട്ടുള്ള സൈനിക നടപടികൾ ഇന്നലെ രാത്രി തന്നെ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അവരുടെ ഏറ്റവും ശക്തവും സുരക്ഷിതവും എന്ന് കരുതപ്പെടുന്ന ഫോർഡോ ആണവ കേന്ദ്രം, അവിടെയാണ് ഇറാൻ ആണവ ആയുധത്തിന് ദിവസങ്ങൾ മാത്രം അടുത്തെത്തിയ രീതിയിൽ യുറേനിയം സമ്പുഷ്ടീകരണം അതിന്റെ 83% ശുദ്ധീകരണ പ്രക്രിയയിൽ അതിന്റെ ഗ്രേഡിംഗിലേക്ക് എത്തി എന്ന വാർത്ത വന്നത് ഈ ഫോർഡോയിലുള്ള, അതായത് അത് തെക്കൻ ടെഹ്റാനിലെ ഖോം അടുത്തുള്ള സ്ഥലമാണ്. അവിടെ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിക്കടിയിലുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ഈ വലിയ രീതിയിലുള്ള ആണവ ആയുധ നിർമ്മാണത്തിലേക്ക് ഇറാൻ എത്തിയതെന്നായിരുന്നു നേരത്തെ IAEA അടക്കമുള്ള അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ നിരവധി ആണവ കേന്ദ്രങ്ങൾ, ഫോർഡോ അടക്കം നറ്റാൻസ് അടക്കമുള്ള ആണവ കേന്ദ്രങ്ങൾ തകർന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇറാൻ ഇന്നലെ തിരിച്ചടി പ്രഖ്യാപിക്കുകയും 100ഓളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ടെഹ്റാനടുത്തുള്ള മെഹ്റാബാദ് വിമാനത്താവളത്തിൽ സ്ഫോടനമുണ്ടായി, മെഹ്റാബാദ് വിമാനത്താവളത്തിൽ തീ പിടിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സ്വാതി. സെബാസ്റ്റ്യൻ, എന്തായാലും ഇപ്പോൾ ഒരു ലോകത്തെ യുദ്ധഭീതിയിലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ മുൾമുനയിൽ നിർത്തുന്ന കാര്യങ്ങളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഈ സംഘർഷം രൂക്ഷമാകുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇക്കാര്യത്തിൽ കൃത്യമായി അമേരിക്കയും UN അടക്കം ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ ഏതു രീതിയിലാണ് അത്തരം ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്നത്? ഇപ്പോ ഐക്യരാഷ്ട്രസഭയുടെ മേധാവി ഇരുപക്ഷത്തോടും ഈ സംഘർഷ സാഹചര്യം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടിയെടുക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ആവശ്യപ്പെട്ടു രംഗത്തെത്തിയിട്ടുണ്ട്. ആന്റോണിയോ ഗുട്ടറസിന്റെ അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഹാൻഡിൽ എഴുതിയിരിക്കുന്നത്
ഇറാനിലേക്കുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ, അപ്പോൾ തന്നെ ഇറാൻ ടെലവീവിലേക്ക് നടത്തിയിരിക്കുന്ന മിസൈൽ ആക്രമണമൊക്കെ തന്നെ ഇത് മതിയാക്കണം, നിർത്താനുള്ള സമയമായി, സമാധാനവും നയതന്ത്രവുമാണ് വിജയിക്കേണ്ടത് എന്ന് അദ്ദേഹം ഇപ്പോൾ എക്സിൽ കുറിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പിന്നാലെ ആദ്യം തന്നെ ജർമ്മനി ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കാരണം ആണവ കേന്ദ്രങ്ങൾ ഈ നേരത്തെ നമുക്കറിയാം, യൂറോപ്പിൽ കഴിഞ്ഞ സമീപകാലത്ത് പലസ്തീനിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ വളരെ നിശിതമായ നിലപാട് ഇസ്രായേലിനെ സംബന്ധിച്ച് സ്വീകരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി റിപ്പോർട്ട് വരുന്നതും ഇസ്രായേലിന്റെ ആരോപണം ശരിയാണ്. അവരുടെ തന്നെ യൂറോപ്യൻ യൂണിയൻ, US അടക്കമുള്ള വലിയ വൻ ശക്തികളൊക്കെ തന്നെയും നേരിട്ട് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ആ ആക്രമണം, ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തള്ളിപ്പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജർമ്മനി അടക്കം ഫ്രാൻസ്, ഇന്നലെ ഇമ്മാനുവൽ മാക്രോ ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം എന്നതിനെ എടുത്തു പറഞ്ഞു. കെയ്ർ സ്റ്റാമറും ഇത് ആവർത്തിച്ചു. അങ്ങനെ സെബാസ്റ്റ്യൻ തുടരുക. ഇപ്പോൾ ഗൗതം ആമ്രകുഞ്ചം കൂടി ഈ കൂടുതൽ വിശദീകരണവുമായി ചേരുകയാണ്. ഗൗതം, എന്തായാലും വലിയൊരു സംഘർഷ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുകയാണ്. ഇപ്പോൾ ഇരു രാജ്യങ്ങളും ഇക്കാര്യത്തെക്കുറിച്ച് എന്താണ് ഈ ഒരു സമയത്ത് പ്രതികരിച്ചിരിക്കുന്നത്? സെബാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ നിർണായകമായി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളാണ്. ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകുന്ന വിശദാംശം അനുസരിച്ച് ടെഹ്റാനിൽ ഒരു സ്ഫോടനം നടന്നതായിട്ടുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒപ്പം ഇരു രാജ്യങ്ങളും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. പക്ഷേ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാതെ തന്നെ ഈ പ്രശ്നം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഘർഷത്തെ അയവ് വരുത്തുന്ന വേണ്ടി UN ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇരു രാജ്യങ്ങളോടും എസ്കലേഷൻ അവസാനിപ്പിക്കണം, കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഗുട്ടറസ് രംഗത്തെത്തിയതായിട്ടുള്ള വാർത്തയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളിൽ ഏറ്റവും സജീവമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് ഇക്കാര്യത്തിൽ ഇരു രാജ്യങ്ങളോടും സംസാരിച്ചിരുന്നു, ഫോൺ വഴി ബന്ധപ്പെട്ടിരുന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ ഗുട്ടറസ്, UN ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള ആളുകൾ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട്, അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകരുത്, നിലവിലുണ്ടായിട്ടുള്ള ഈ ആക്രമണവും പ്രത്യാക്രമണവും അതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കണം, ഇരു രാജ്യങ്ങളും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ള നിലപാടിൽ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം റൈസിംഗ് ഡേ എന്ന പേരിൽ ഈ ഓപ്പറേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസ്താവന ഏറ്റവും ഗുരുതരമായ പ്രസ്താവനയാണ്. ഇസ്രായേലിനെ നേരിടുന്ന ഈ ഒരു വെല്ലുവിളിയുണ്ട്, ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആശങ്കയുണ്ട്. ആ ആശങ്കയ്ക്ക് അറുതി വരുത്തുന്നത് വരെ ഈ ആക്രമണം തുടരും, ഈ ഓപ്പറേഷൻ തുടരും എന്നുള്ള രീതിയിലായിരുന്നു പ്രതികരണം ഉണ്ടായത്. റൈസിംഗ് ഡേ എന്ന പേരിലാണ് ആ ഓപ്പറേഷൻ നടക്കുന്നത് എന്നും പിന്നീട് റിപ്പോർട്ടുകൾ വന്നു. എന്തായാലും ആ ആശങ്ക എന്നത് സൂചിപ്പിക്കുന്നത് ഇറാൻ ഉൾപ്പെടെയുള്ള ഇറാനിലുണ്ടായിട്ടുള്ള ടെഹ്റാൻ മേഖലയിലുണ്ടായിട്ടുള്ള ആണവ ശക്തി സ്വാംശീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഭരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആശങ്കകളാണ്. ഇത് നേരത്തെ തന്നെ ഇസ്രായേൽ ഉയർത്തുന്നുമുണ്ടായിരുന്നു. എന്നാൽ സമാനമായ രീതിയിൽ ഇറാൻ പ്രതികരിച്ചത് അത് തുടരുന്ന സാഹചര്യം തന്നെ ഉണ്ടാകും, നിലവിൽ ഏറ്റിട്ടുള്ള ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകും എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും പിന്നീട് തുടർന്ന് നമ്മൾ ടെലിവീവിൽ ഉൾപ്പെടെ ആക്രമണം നടക്കുന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സംഘർഷ സാധ്യത ശക്തിപ്പെടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അഗസ്റ്റിൻ സെബാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ടെഹ്റാനിൽ ഈ സമാനമായ രീതിയിൽ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ടെഹ്റാനിൽ എയർപോർട്ടിന് സമീപം സ്ഫോടന ശബ്ദം കേട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒപ്പം UN ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസിൻ്റെ പ്രതികരണം മറുവശത്ത് വരുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യൻ മേഖല മറ്റൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നുണ്ട്. എങ്കിൽ പോലും യുദ്ധം കെടുതിയാണ്, യുദ്ധം മനുഷ്യജീവനുകൾ ഏത് വശത്ത് നഷ്ടപ്പെട്ടാലും
അത് മനുഷ്യജീവനുകളെ നശിപ്പിക്കുകയും ഒപ്പം തന്നെ സമൂഹത്തിന് തിക്തമായ ഫലങ്ങൾ നൽകുകയും ചെയ്യുമെന്നുള്ള പാഠം അത് നമുക്ക് മുന്നിലുണ്ട്. നമ്മൾ അത്തരത്തിൽ ലോകരാജ്യങ്ങൾ പലതരത്തിലുള്ള യുദ്ധങ്ങൾ കടന്നു പോവുകയും അതിൻ്റെ കെടുതി അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ആക്രമണവും പ്രത്യാക്രമണവും അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ടിറ്റ് ഫോർ ടാറ്റ് എന്ന നിലയിലേക്ക് ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ ഇടയിലുണ്ടായ തരത്തിൽ അതിനെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ഇടപെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും നിലവിൽ യുദ്ധസമാനമായ അവസ്ഥയിലേക്ക് ഇരു രാജ്യങ്ങളും ഒരു തുറന്ന പോരിലേക്ക് പോകരുത് എന്നുള്ള അഭിപ്രായവുമായി UN ജനറൽ സെക്രട്ടറിയും അമേരിക്കൻ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തുണ്ട്. എന്തായാലും നേരത്തെ തന്നെ പല വിമർശനങ്ങളും ഈ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക നേരിടുന്നുണ്ടെങ്കിൽ പോലും യുദ്ധമയമായ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ആക്രമണത്തിലേക്ക് കൂടുതൽ എസ്കലേഷനിലേക്ക് കാര്യങ്ങൾ പോകാതെ പ്രതിരോധിക്കുക എന്നത് അമേരിക്കയുടെ കൂടി ഉത്തരവാദിത്തമായി മാറുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇരു രാജ്യങ്ങളുടെയും തലവന്മാരെ നിലവിൽ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണാധികാരികൾ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് പുറത്തു വരുന്നത്. എന്തായാലും സമാധാനം ഏറ്റവും പെട്ടെന്ന് തന്നെ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് നമുക്ക് വിലയിരുത്താൻ അല്ലെങ്കിൽ പ്രത്യാശിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. സ്വാതി, അതുതന്നെയാണ് ഗൗതം. ലോകത്തെ യുദ്ധഭീതിയിലാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം എന്നുള്ളതാണ്. വലിയ രൂക്ഷമായ സാഹചര്യം തന്നെയാണ് അവിടെ. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് ഇറാൻ കനത്ത തിരിച്ചടി നൽകുകയും ചെയ്യുന്നു. ടെല്ലവീവിലും ജെറുസലേമിലും സ്ഫോടനങ്ങൾ നടത്തി എന്നാണ് റിപ്പോർട്ട്. ടെല്ലവീവിലേക്ക് 100ഓളം മിസൈലുകൾ വർഷിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ പ്രത്യാക്രമണം നടത്തിയത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിലാണ്. അതേസമയം യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന ഇറാനിയൻ റിപ്പോർട്ട് ഇസ്രയേൽ തള്ളുകയും ചെയ്തു. ഗൗതം, ഇത്തരത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം അതിൽ ഒരു പ്രത്യാക്രമണം ആണ് ഇറാൻ നടത്തിയത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി തുടർന്ന് ഈ പ്രത്യാക്രമണങ്ങൾ ഏത് രീതിയിലായിരിക്കും? ഇത് നിർത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഏതെങ്കിലും രീതിയിൽ പുരോഗമിക്കുന്നുണ്ടോ? അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപക്ഷെ ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ഒരുപക്ഷെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഈ സംഘർഷം മാറുന്ന ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. അത് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി ആദ്യം ഇസ്രായേൽ റൈസിംഗ് ലയൺ എന്ന പേരിൽ ആക്രമണം ആരംഭിക്കുന്നു. ആ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ തിരിച്ച് രാത്രിയോടുകൂടി മിസൈൽ ആക്രമണം നടക്കുന്നു. അത് ടെല്ലവീവിൽ ഉൾപ്പെടെ അവരുടെ പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിലേക്ക് വലിയ തരത്തിലുള്ള മിസൈൽ വർഷമാണ് ഉണ്ടാകുന്നത്. ഒപ്പം കനത്ത നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എങ്കിൽ പോലും നേരത്തെ സബാൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഒരു സ്ത്രീ ഉൾപ്പെടെ മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാക്കാൻ ഈ ഘട്ടത്തിൽ കഴിയുന്നുണ്ട്. അതായത് ഇരു മേഖലകൾക്കകത്തും ശക്തമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇറാൻ്റെ ചീഫ് ആർമി സ്റ്റാഫായിട്ടുള്ള മുഹമ്മദ് ബഗേരി ഉൾപ്പെടെയുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ഹുസൈൻ ഖമനി ഉൾപ്പെടെയുള്ള ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ എന്നത് കഴിഞ്ഞ ദിവസം തന്നെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇരു രാജ്യങ്ങൾക്കും ശക്തമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അത് ആൾനാശത്തിൻ്റെ മേഖലയിലായാലും അല്ലെങ്കിൽ മറ്റ് കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നശിക്കുന്നതിലും ഭൗതിക സാഹചര്യത്തിൻ്റെ നാശനഷ്ടത്തിലായാലും അത്തരത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, യുദ്ധമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളോ ആത്യന്തികമായി സംഭവിക്കുന്നത് മനുഷ്യജീവനുകൾക്ക് സമാധാനപരമായ ജീവിതത്തിന്, സ്വൈര്യ ജീവിതത്തിനുള്ള നഷ്ടവും വ്യക്തികൾക്കുള്ള നഷ്ടവും തന്നെയാണ്. അത് മറ്റു തരത്തിലും ബാധിക്കുകയും ചെയ്യും. എന്നാൽ നിലവിലെ എസ്കലേഷൻ അത്തരത്തിലേക്ക് പോയി ഒരു വലിയ യുദ്ധസമാനമായ സാഹചര്യമായി മാറരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ഒരുപക്ഷെ UN ഉൾപ്പെടെയുള്ള സംഘടനകൾ കാണിക്കുന്നുണ്ട്. ഒപ്പം അമേരിക്ക ഇതിനകത്ത് ഇടപെടുന്നത് എത്രത്തോളം നിർണായകമാണ് എന്നത് സംബന്ധിച്ചുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഇസ്രായേലിൻ്റെ പ്രതിരോധ കവചമായി അമേരിക്ക രംഗപ്രവേശം ചെയ്യുന്ന കാഴ്ച പല ഘട്ടത്തിലും കണ്ടിട്ടുണ്ട്. ഇതിനു മുൻപ് ഇറാൻ പരമാധികാരിയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഈ ആക്രമണവുമായി നടക്കുന്നതിന് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിട്ടുള്ള സംഭാഷണവും അതിനുശേഷമുള്ള ഇറാനിയൻ പരമാധികാരിയുടെ പ്രതികരണമൊക്കെ വലിയ ചർച്ചയായി മാറിയിരുന്നു. അന്ന് ടെഹ്റാനിലെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആണവ ഊർജം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ആ പ്രതികരണങ്ങൾ ഇറാൻ തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇറാൻ അമേരിക്കൻ നിലപാടിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയോട് കൂടിയിട്ട് റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേൽ ഈ ആശങ്ക മുൻനിർത്തിക്കൊണ്ട് ആശങ്ക അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നിലവിൽ ഇടപെടുന്നു എന്നുള്ള തരത്തിൽ
ഈ ആക്രമണം ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിന് തുടർന്ന് പോകേണ്ട സാഹചര്യം യാതൊരു കാരണവശാലും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും നിലവിൽ ഈ സമാധാന ശ്രമങ്ങളും പുരോഗമിക്കുക. UN ഉൾപ്പെടെയുള്ള സംഘടനകൾക്കാണ് ഇതിൽ നിർണായകമായ പങ്ക് വഹിക്കേണ്ടി വരിക. ഒപ്പം തന്നെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇക്കാര്യത്തിൽ നിർണായകമായ നിലപാട് സ്വീകരിച്ച് ഈ യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടികളിലേക്കാണ് ഇനി ഇരു രാജ്യങ്ങളും നീങ്ങേണ്ടത് എന്നുള്ളതാണ്. ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ലോകം മുഴുവൻ. ആ വിവരങ്ങളാണ് അഗസ്റ്റ് സെബാസ്റ്റ്യനും ഗൗതം ആമ്രകുഞ്ചവും നൽകിയത്.